ഈ മനുഷ്യൻ ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗിഫ്റ്റിന്റെ പ്രത്യേകതയുണ്ട്. അത് സുർജിത്ത് ഇപ്പത്തേ വരൂ. ആ സുർജിത്തിന് അറിയാം ഇദ്ദേഹത്തെ കുറിച്ച്. സാറേ, മാഷ് വീട് മുഴുവൻ കുടുംബം മൊത്തം പെയിന്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇവര്. കുടുംബത്തോടെ പെയിന്റ് അധ്യാപകനാണ്, ചിത്രകല അധ്യാപകനാണ്. വീട് മൊത്തം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. വീട് മൊത്തം. എന്താ പേര്? എന്റെ ഒരു ബിനു. അദ്ദേഹത്തിന്റെ ഭാര്യ പെയിന്ററാണ്. മോൻ പെയിന്ററാണ്. നിങ്ങളുടെ അയലത്തുള്ള ഒരു ഇതുപോലെ പെയിന്റ് അടിക്കുവോ? അല്ല, കാര്യം ഒരു കുടുംബത്തോടെ ഒരു നാല് മക്കളല്ലേ? മൂന്ന് മക്കള്. തെറ്റിപ്പോയതാ. 3 മക്കളും അല്ലെ, ഭാര്യയും ഭാര്യയുടെ ഭർത്താവും. അതായത് ഇദ്ദേഹം പെയിന്റ്. അച്ഛൻ പെയിന്റ് ചെയ്യില്ല, ഞാനായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തോടെ വളരെ സന്തോഷം. അപ്പൊ ആ ഗിഫ്റ്റ് എനിക്ക് ഒരു തരാൻ ഇനി താമസിക്കണ്ട. ആനയാണ് ഞങ്ങളുടെ ഫ്ലവേഴ്സിന്റെ 10ാം വാർഷികം. ആന വെച്ച് അങ്ങ് തുടങ്ങി. ആനയുടെ കളിയാ. അപ്പൊ ഇപ്പൊ ഇത് തന്നൽ സൂപ്പർ ചിത്രം, സൂപ്പർ ഗംഭീര ആന. അല്ല, നിങ്ങളൊരു റിയൽ ചിത്രകാരനാണ്, സർഗധനൻ കേട്ടോ. നിങ്ങളുടെ കൂടെ താമസിച്ച കുടുംബം മാത്രമല്ല, അയലത്തുകാരും പെയിന്റ് അടിച്ചു പോകും. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. താങ്ക് യു. വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഏറ്റുവാങ്ങുന്നു അല്ലേ? ഓക്കെ, പ്രകാശിപ്പിക്കണോ? അപ്പൊ അത് മോനെ കുട്ടാ, നിന്റെ ദേഹത്ത് പെടരുത്. ഓക്കെ. വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിച്ചുള്ള ഒരു സ്ഥാപനമാണ് ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂള്. ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളും CK രാഘവൻ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റും. ഇതെന്തോ സംഭവം അത് പറഞ്ഞില്ല. ഞങ്ങളുടെ 50ാമത് വാർഷികമാണ് ജയശ്രീ സ്കൂളിലെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എപ്പോഴും മുന്നിൽ നിന്നുകൊണ്ട് അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. 15,000 രൂപ പരസ്യം പറഞ്ഞു. എല്ലാ പരിപാടികളും ആ ജയശ്രീ സ്കൂളിന് വേണ്ടി എല്ലാ കുട്ടികളും, എല്ലാ അധ്യാപകരും, എല്ലാ രക്ഷിതാക്കളും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ആ മാനേജ്മെന്റിനോട് പറയണം. എന്താ പേര്? എന്റെ പേര് ത്രിദീപ്. യു ആർ പ്രൊമോട്ടഡ് അല്ലേ? ഫ്രീ ആയിട്ട് 1 ലക്ഷം രൂപ പരസ്യം. ഫ്രീ ആയിട്ട് 1 ലക്ഷം രൂപ പരസ്യം. മാസം ഇടാതെ 1 ലക്ഷം രൂപ പരസ്യം. ഇത് ഞങ്ങളുടെ ലോഗോയാണ്. പ്രകാശനം ചെയ്തു കേട്ടോ. 2 ലക്ഷം രൂപ പരസ്യം. ഇവിടെ ഒരാളെ ഈ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് ആയിട്ടും ഇവിടെ ഒരു അല്ലല്ലോ കർണാടകത്തിൽ നിന്ന് ഒഴുകുന്നു. എന്തൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നു. ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ മാറി നിൽക്കുന്നവരുടെ കാര്യമാണത്. തള്ളി കയറണ്ടേ? ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ പുൽപ്പള്ളി എന്ന് പറയുന്നത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിർത്തി ഗ്രാമമാണ്, ബോർഡറാണ്. കർണാടകത്തിൽ നിന്ന് കബനി വഴിയാണ് കൂടുതലായിട്ടും കബനി വഴിയാണ് വരുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റോ ഒരു എയ്ഡ് പോസ്റ്റോ പോലീസിന്റെയോ എക്സൈസിന്റെയോ ഒരു എയ്ഡ് പോസ്റ്റോ അവിടെ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് പുൽപ്പള്ളിയിൽ ഒരു എക്സൈസിന്റെ ഓഫീസ് വേണമെന്നുള്ളത്. നാളിതുവരെ അത് ഇവിടെ നടപ്പിലാക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇതിൽപ്പെടുത്തിയാൽ വളരെ നന്ദിയായിരിക്കും. ഓക്കെ, താങ്ക് യു. സന്തോഷം. അങ്ങനെ വളരെ ആലോചിച്ചു. സാറേ, എന്റെ പേര് റെജി, കേരള കോൺഗ്രസ് എമ്മിന്റെ കർഷക ജില്ലാ പ്രസിഡന്റ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു വിഷയം തന്നെയാണ്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് കൗമാര കുട്ടികളുടെ, അതായത് 15 വയസ്സ് 18 വയസ്സുള്ള കുട്ടികളുടെ ആത്മഹത്യ വലിയ തോതിലുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമ്മളൊരു പഠന റിപ്പോർട്ട് നടത്തി. കുറെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പാരന്റ്സിനെയും കണ്ട് ഇത് നടത്തിയപ്പോൾ മൊബൈലിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ട്. പിന്നെ ചില കുടുംബത്തിലെ കുട്ടികളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹക്കുറവ്, ഐക്യക്കുറവ്, ഇതെല്ലാം വലിയൊരു വിഷയമായി. നമ്മളത് മുഖ്യമന്ത്രിക്ക് അതിന്റെ ഇതയച്ചു. ജില്ലാ കളക്ടർക്ക് കൊടുത്തു, ജില്ലാ സൂപ്രണ്ട് ഓഫീസർക്ക് കൊടുത്തു. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് കൂടെ എഴുതി തരും. തീർച്ചയായും ഒന്നുകൂടെ മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അങ്ങനെ പരിചയപ്പെടാൻ പറ്റുന്നു. ഇവിടെ ആരൊക്കെ നിൽക്കുന്നു മക്കളെ? എല്ലാം ഓക്കെ അല്ലേ? മക്കളെവിടെ? പെയിന്റോടെ പെയിന്റ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു കാര്യം, നമുക്ക് റാസയ്ക്ക് സമയമാകുന്നു. എന്നാലും കളിച്ചോളൂ. Cheers.
ഇപ്പൊ ഡാൻസ് ഗംഭീരമായി കേട്ടോ. സൂപ്പറായി, സൂപ്പറായി, സൂപ്പറായി. ഗംഭീരമായി. നിങ്ങൾ മൈഥിലി മാതൃസമിതിയുടെ അംഗങ്ങളുടെ എന്തായാലും നല്ല സൂപ്പറായി. മൈഥിലി മാതൃസമിതിക്ക് നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ സന്തോഷം. ഓക്കെ ഷേക്കാൻ മൾട്ടിമീഡിയ സ്റ്റുഡന്റ് ആണ്. പിന്നെ ഇന്റർവ്യൂലൊക്കെ ഉണ്ടായിരുന്നു. ഓ ഗംഭീരം. അപ്പൊ നമുക്കിനി സന്തോഷം. താങ്ക് യു. ഓക്കെ അപ്പൊ എല്ലാവരും ബ്രേക്ക് ഒന്ന് വേണം. അപ്പൊ എല്ലാവരും കഴിച്ചോ? കഴിച്ചില്ല രാവിലെ നമുക്കൊന്നിച്ച് കഴിക്കാം.